അസ്സലാമു നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഉള്ളിവടയാണ്. നമ്മൾ നാട്ടിൽ ചായക്കടയിലൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഉള്ളിവട ഉണ്ടല്ലോ, കുറേ ഉള്ളിയൊക്കെ ആയിട്ട് അതുപോലത്തെ ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമ്മളിതിൽ കടലമാവ് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ സാധാരണ ഉള്ളിവടയിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഉള്ളിവട റെഡിയാക്കാനായിട്ട് ഞാൻ 4 വലിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉള്ളിവടക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2 അല്ലി വലിയ വെളുത്തുള്ളി, അതുപോലെ ഒരു 3 വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോപ്പ് ചെയ്യല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില മല്ലിയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പുളിയില്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പാണ് മൈദ ചേർത്തത്. പിന്നെ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉള്ളി അത്യാവശ്യം വെള്ളം വരും. അതുപോലെ തന്നെ നമ്മൾ തൈര് ചേർത്ത് കാരണം അതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് മതി. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് അതിൻ്റെ നടുവിലായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ നടുവിലൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നടുവൊന്ന് കുത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല, ഉള്ളിവടയല്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നടുവിൽ കുത്തണമെന്നൊന്നുമില്ല, കയ്യിൽ വെച്ചിട്ട് കുറേശ്ശെ മാവ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഫ്രൈ ആയിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിവട 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ഡാർക്ക് കളറാക്കണ്ട, ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിവട കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ഉള്ളിവടയുടെ മാവ് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ഉള്ളിവടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കട്ടൻ ചായ കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഉള്ളിവട. നമ്മൾ സാധാരണ കടലമാവൊക്കെ വെച്ചിട്ടാണല്ലോ ഉള്ളിവട ഉണ്ടാക്കാറ്. ഇത് മൈദമാവ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉള്ളിവടയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.